ഹലോ ഗൈസ്, ഡേ 75 ആണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം എൻ്റെ മനസ്സ് പറഞ്ഞത് ഇന്ന് വർക്കൗട്ടൊന്നും ചെയ്യേണ്ട, റെസ്റ്റ് എടുക്ക് എന്നായിരുന്നു. പക്ഷേ നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവുന്നത് വരെ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം അതിനൊപ്പം സംഭവിച്ചിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യം എന്നെ കുറേ നേരം സ്കിപ്പ് റോപ്പ് ചെയ്തിട്ട് എന്നത്തെയും പോലെ ഇന്നും ഇരുത്തിക്കാരാണ് മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്തത്. ഇരുത്തിക്കാരിൽ 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് നേരെ പോയത് ഫിംഗർ പുഷപ്പിലേക്കാണ്. ഫിംഗർ പുഷപ്പ് 5 ഫിംഗറും 4 ഫിംഗറും 3 ഫിംഗറും മാറി മാറി ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് വിചാരിച്ച് കുറച്ച് നേരം റെസ്റ്റ് പുഷപ്പ് ചെയ്യാമെന്ന്. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് പുഷപ്പ് ചെയ്തു. പിന്നീട് നേരെ പോയത് മുദ്ഗർ റൊട്ടേഷനിലേക്കായിരുന്നു. റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും മാറി മാറി ചെയ്തു. 30 കൗണ്ട് വെച്ച് റൈറ്റ് ഹാൻഡ്, 30 കൗണ്ട് വെച്ച് ലെഫ്റ്റ് ഹാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോയത് ടോ ടച്ച് ടു ദണ്ടിലേക്കാണ്. അതൊരു 30 കൗണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടോ ടച്ച് ടു ദണ്ട് 30 കൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു 10 kg പ്ലേറ്റ് എടുത്തിട്ട് പ്ലേറ്റ് റൈസസ് ചെയ്യാമെന്ന്. അങ്ങനെ പ്ലേറ്റ് റൈസസ് 20 കൗണ്ട് ചെയ്തിട്ട് നേരെ പോയത് ഹെഡ് സർക്കിൾസിലേക്കാണ്. അങ്ങനെ 20 കൗണ്ട് ഹെഡ് സർക്കിൾസും ചെയ്ത് അടുത്ത വർക്കൗട്ട് 2 kg ബാർ ഉപയോഗിച്ച് നമ്മളെ പഞ്ചിങ് പവർ കൂടാനുള്ള വർക്കൗട്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് ബാക്ക്വേർഡ് ലഞ്ചസിലേക്കായിരുന്നു. ബാക്ക്വേർഡ് ലഞ്ചസ് നമ്മൾ ഫോർവേഡ് ലഞ്ചസ് ചെയ്യുന്നതൊക്കെയല്ല, ബാക്ക്വേർഡ് ലഞ്ചസ് ചെയ്യാൻ കുറച്ചുകൂടി പാടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്ക്വേർഡ് ലഞ്ചസ് തന്നെ ചെയ്തേക്കാന്ന്. അങ്ങനെ 100 കൗണ്ട് ബാക്ക്വേർഡ് ലഞ്ചസ് ചെയ്ത് ലഞ്ചസ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വിചാരിച്ചെന്നാൽ 10 kg വെയിറ്റിന് സഹായത്തോടുകൂടി ഒരു 70 കൗണ്ട് ഫോർവേഡ് ലഞ്ചസ് കൂടി ചെയ്യാമെന്ന്. അങ്ങനെ 70 കൗണ്ട് ഫോർവേഡ് ലഞ്ചസ് ചെയ്തിട്ട് നേരെ പോയത് ലാസ്റ്റ് സെക്ഷനായ ബാറ്റിൽ റോപ്പിലേക്കാണ്. 1 മിനിറ്റിൻ്റെ 2 റൗണ്ട് ചെയ്ത് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.